ചെറുതെങ്കിലും ഇമ്മിണി വലിയ കാര്യം. നിങ്ങൾ കൊക്കോയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? കൊക്കോ ദ ഗൊറില്ല. ഒരു വ്യത്യസ്തനായ ഗൊറില്ലയായിരുന്നു കൊക്കോ. സാധാരണ ഒരു ഗൊറില്ല 30 മുതൽ 40 വയസ്സ് വരെയാണ് ജീവിക്കുന്നത് എങ്കിൽ തൻ്റെ 46ാമത്തെ വയസ്സിലാണ് കൊക്കോ മരണപ്പെടുന്നത്. അതുമാത്രമാണോ കൊക്കോയെ വ്യത്യസ്തമാക്കുന്നത്? അല്ല. 2000ഓളം വാക്കുകൾ മനസ്സിലാക്കാനും 1000ഓളം വാക്കുകൾ അടയാളപ്പെടുത്താനും കൊക്കോയ്ക്ക് സാധിക്കുമായിരുന്നു. 1978ലാണ് അവളെ ലോകം ശ്രദ്ധിക്കുന്നത്. നാഷണൽ ജിയോഗ്രഫിക് മാഗസിന്റെ കവർ പേജായി വന്ന ഒരു ഗൊറില്ല കണ്ണാടിയിൽ സ്വന്തം ചിത്രം ക്യാമറയിൽ പകർത്തുന്ന ദൃശ്യത്തിലൂടെ. കൊക്കോ എന്നാണ് അവൾ അറിയപ്പെട്ടത് എങ്കിലും അവളുടെ യഥാർത്ഥ പേര് ഹനബിക്കോ എന്നായിരുന്നു. അതൊരു ജാപ്പനീസ് പേരാണ്. 1971 ജനിച്ച് 6ാം മാസത്തിൽ തന്നെ അമ്മ നഷ്ടപ്പെട്ട കൊക്കോയെ വളർത്തിയത് മൃഗശാലയിലെ തന്നെ ഒരു മനുഷ്യ കുടുംബമാണ്. ചെറുപ്പത്തിൽ തന്നെ മനുഷ്യരോടൊപ്പം വളർന്നതിനാലാവണം അവളിൽ എന്തൊക്കെയോ വ്യത്യസ്തതയുണ്ടായിരുന്നു. അതാദ്യമായി തിരിച്ചറിഞ്ഞത് ഫ്രാൻസിൻ പെന്നി പാറ്റേഴ്സൺ എന്ന ഒരു സൈക്കോളജി സ്റ്റുഡൻ്റ് ആയിരുന്നു. മനുഷ്യരുപയോഗിക്കുന്ന പല ആംഗ്യങ്ങളും കൊക്കോ ഉപയോഗിക്കുന്നതായി അവൾ കണ്ടു. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു സൈൻ ലാംഗ്വേജ് അവളെ പരിശീലിപ്പിച്ചാൽ അവൾക്ക് മനുഷ്യരോട് സംസാരിക്കാൻ സാധിക്കുമെന്നും അതുവഴി മൃഗങ്ങളുടെ മനസ്സ് മനസ്സിലാക്കാൻ സാധിക്കുമെന്നും പെന്നി തിരിച്ചറിയുകയായിരുന്നു. മനുഷ്യരോട് ആദ്യമായി ഒരു ഭാഷയിൽ സംസാരിക്കുന്ന ജീവി കോക്കോയായിരുന്നില്ല. അത് വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന വാഷു എന്ന ഒരു പെൺ ചിമ്പാൻസി ആയിരുന്നു. അവളും കൊക്കോയെ പോലെ തന്നെ ചെറുപ്പം മുതലേ മനുഷ്യരോടൊപ്പം വളർന്നു വലുതായ ഒരു ചിമ്പാൻസിയാണ്. അവൾ അമേരിക്കൻ സൈൻ ലാംഗ്വേജ് വർഷങ്ങൾ കൊണ്ട് മനസ്സിലാക്കുകയും ചെയ്തിരുന്നു. ഒരിക്കൽ ഒരു സംഭവം ഉണ്ടായി. വാഷുവിന്റെ കെയർ ടേക്കർ ആയിരുന്ന കെയ്റ്റ് ബീച്ച് ഗർഭിണിയായിരുന്നു. ഒരിക്കൽ ഇവർ രണ്ടുപേരും ഒരുമിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വാഷു കെയ്റ്റ് ബീച്ചിനോട് കുഞ്ഞ് എന്ന അർത്ഥം വരുന്ന ഒരു ആംഗ്യം കാണിച്ചു അത്രേ. അത് അവരിൽ വലിയൊരു അത്ഭുതമാണ് ഉണ്ടാക്കിയത്. ആഴ്ചകൾക്കിടയിൽ കെയ്റ്റ് ബീച്ചിന്റെ ഗർഭം അലസിപ്പോയി. ആ ഒരു വിഷമിപ്പിക്കുന്ന വാർത്തയും കെയ്റ്റ് ബീച്ച് വാഷുവിനോട് ആംഗ്യഭാഷയിലൂടെ സംസാരിച്ചു. അതിന് മറുപടിയായി വാഷു പറഞ്ഞത് എന്താണെന്നറിയാമോ? അവളുടെ കണ്ണുകളിൽ നിന്നും കവിളുകളിലൂടെ അവൾ ഇങ്ങനെ വരച്ചു. അമേരിക്കൻ സൈൻ ലാംഗ്വേജിൽ കരയുക എന്നർത്ഥം വരുന്ന ഒരു ആംഗ്യമാണത്. ചിമ്പാൻസികൾ കരയാറില്ല, ചിമ്പാൻസികൾക്ക് കണ്ണുനീരില്ല. എന്നിട്ടും ഇതുപോലൊരു ആംഗ്യം അവൾ കാണിച്ചുവെങ്കിൽ അത് മറ്റുള്ളവരെ ഒരുപാട് അത്ഭുതപ്പെടുത്തുന്ന വിഷയമായിരുന്നു. ഇത്തരം റെക്കോർഡുകളിലൂടെ കൊക്കോ എന്ന ഗൊറില്ലയെയും മനുഷ്യരെ കൊണ്ട് സംസാരിപ്പിക്കാൻ സാധിക്കുമെന്ന് പെന്നിക്ക് ഉറപ്പായിരുന്നു. അതിനുവേണ്ടി അവൾ പരിശ്രമിക്കുകയും ചെയ്തിരുന്നു. തുടക്കത്തിൽ 11 മാസം ആഴ്ചയിൽ 20 മണിക്കൂറായിരുന്നു കൊക്കോയുടെ പരിശീലനം. അതിലൂടെ അമേരിക്കൻ സൈൻ ലാംഗ്വേജിൽ അവൾ അവളുടെ കഴിവുകൾ തെളിയിച്ചിരുന്നു. ഓരോ സൈനും പഠിക്കുന്നതിന് അവൾക്ക് മിഠായികൾ സമ്മാനമായി നൽകി. പിന്നീട് മിഠായികൾക്ക് വേണ്ടി അവൾ സൈൻ പഠിച്ചുകൊണ്ടേയിരുന്നു. ഇതെല്ലാം വെറും അനുകരണം മാത്രമാണ് എന്ന് പറയുന്ന ഒരു വലിയ കൂട്ടം പുറത്തുണ്ടായിരുന്നു. മനുഷ്യർ ചെയ്യുന്നത് അനുകരിക്കുക മാത്രമാണ് ഗൊറില്ലകൾക്ക് സാധിക്കുന്നത് എന്ന് പറയുന്ന ഒരു വലിയ പക്ഷം. എന്നാൽ കൊക്കോയുടെ പ്രകടനം അവരുടെ വാദങ്ങളെ പൊളിച്ചെഴുതുന്നതായിരുന്നു. തുടക്കത്തിൽ എനിക്ക് വിശക്കുന്നു, ഭക്ഷണം വേണം എന്ന ആംഗ്യം കാണിച്ചാൽ മാത്രം അവൾക്ക് ഭക്ഷണം നൽകി. അതും ഒരൽപ്പം മാത്രം. ഇത്രയും പോരാ, ഇനിയും വേണം എന്ന ആംഗ്യം കാണിച്ചാൽ വീണ്ടും ഭക്ഷണം നൽകി. അതിനുശേഷം എനിക്ക് ദാഹിക്കുന്നു, വെള്ളം വേണം എന്ന ആംഗ്യം കാണിച്ചാൽ മാത്രം അവൾക്ക് വെള്ളം നൽകി. അങ്ങനെ 2 വർഷം കൊണ്ട് ഏതാണ്ട് ഒരു ദിവസം 8 മണിക്കൂറിൽ കൂടുതൽ അവൾക്ക് പരിശീലനം ഉണ്ടായിരുന്നു. 3ാമത്തെ വയസ്സിൽ 100 ആംഗ്യങ്ങൾ അവൾ പഠിച്ചു. 5ാമത്തെ വയസ്സിൽ 600-ൽ കൂടുതൽ ആംഗ്യങ്ങൾ അവൾ പഠിച്ചു. വാട്ട്സ് യുവർ നെയിം എന്ന ചോദ്യത്തിന് കൊക്കോ എന്ന് അവൾ ആംഗ്യഭാഷയിലൂടെ മറുപടി നൽകുമായിരുന്നു. 1976 അവൾക്ക് കൂട്ടായി ഒരു കുഞ്ഞു ഗൊറില്ലയെ കൂടെ കൊണ്ടുവന്നു, മൈക്കിൾ എന്ന ഗൊറില്ല. ഏവരെയും ഞെട്ടിച്ചൊരു കാര്യം, 12 മാസം കൊണ്ട് കൊക്കോ മൈക്കിളിനെ പഠിപ്പിച്ചത് 20ഓളം സയൻസ് ആയിരുന്നു. അതിൽ പലർക്കും സംശയമുണ്ടായിരുന്നു. പല പരീക്ഷണങ്ങളും കൊക്കോ നേരിട്ടിരുന്നു. അത്തരം പരീക്ഷണങ്ങളിലെല്ലാം കൊക്കോ വിജയിക്കുകയും ചെയ്തിരുന്നു. വർഷങ്ങൾക്ക് ശേഷം മൈക്കിളിന് അമ്മ എങ്ങനെയാണ് നഷ്ടമായത് എന്നൊരു ചോദ്യമുണ്ടായിരുന്നു. അതിന് മറുപടിയായി അവൻ ചില സയൻസ് കാണിച്ചു. ഒരു മരത്തിന്റെ സൈൻ, എന്തോ പൊളിച്ച് മാറ്റുന്നതിന്റെ സൈൻ, മാംസത്തിന്റെ സൈൻ, കണ്ണിൽ നിന്നും കണ്ണുനീര് വരുന്നതിന്റെ സൈൻ. കൂടുതൽ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് ആഫ്രിക്കയിലായിരുന്നു മൈക്കിൾ ജനിച്ചത്. ഡിഫോറസ്റ്റേഷന്റെ ഭാഗമായിട്ടാണ് അവന് അവന്റെ അമ്മയെ നഷ്ടമാകുന്നത്. അവന്റെ മുമ്പിൽ വെച്ച് തന്നെ ചിലർ അവന്റെ അമ്മയെ കൊല്ലുകയായിരുന്നു. അത് അവനിൽ വിഷമുണ്ടാക്കിയെന്ന് കണ്ണിൽ നിന്നും കവിളിലൂടെ വരച്ചുകൊണ്ട് അവൻ കാണിക്കുകയും ചെയ്തു. വളർന്നു വരും തോറും കൊക്കോ മനുഷ്യനെ പോലെ തന്നെ ചിന്തിച്ചു തുടങ്ങിയിരുന്നു. 1983 ക്രിസ്മസിന് തനിക്ക് ഒരു പൂച്ചക്കുട്ടിയെ സമ്മാനമായി വേണം എന്ന് കൊക്കോ ആവശ്യപ്പെട്ടിരുന്നു. ഒരു പരീക്ഷണം എന്ന രീതിയിൽ അവർ അവൾക്കൊരു പൂച്ചക്കുട്ടിയെ നൽകി. ജീവനില്ലാത്ത ഒരു പാവക്കുട്ടിയെ.
അതിനെ അവൾ സന്തോഷത്തോടു കൂടി സ്വീകരിച്ചു. എന്നാൽ അവൾ കണ്ണിൽ നിന്നും കവിളിലൂടെ വരച്ചിരുന്നു. കാരണം അവൾ പ്രതീക്ഷിച്ചത് ജീവനുള്ള ഒരു പൂച്ചക്കുട്ടിയെയായിരുന്നു. എന്നാൽ അവളുടെ അടുത്ത പിറന്നാളിന് അവർ ജീവനുള്ള ഒരു പൂച്ചക്കുട്ടിയെ അവൾക്ക് സമ്മാനമായി നൽകി. അവൾക്ക് ഒരുപാട് സന്തോഷമായിരുന്നു. സ്വന്തം കുഞ്ഞിനെ പോലെയായിരുന്നു അവൾ ആ പൂച്ചക്കുട്ടിയെ കൊണ്ടു നടന്നത്. ഓൾ ബോൾ എന്നാണ് അവൾ ആ പൂച്ചക്കുട്ടിയെ പേരിട്ടത്. പൂച്ചക്കുട്ടിയെ കൊഞ്ചിക്കുന്ന കൊക്കോ എന്ന ഗൊറില്ലയുടെ ചിത്രം പിന്നീട് നാഷണൽ ജിയോഗ്രഫിക് മാഗസിന്റെ കവർ പേജായും വന്നിരുന്നു. ഒരിക്കൽ കൊക്കോയുടെ മടിയിൽ നിന്നും ഇറങ്ങിയോടിയ ഓൾ ബോൾ ഒരു കാറിനടിയിൽപ്പെട്ട് മരണപ്പെട്ടു. ആ വിവരം കൊക്കോയോട് വളരെ വിഷമത്തോടു കൂടിയാണ് പെന്നി അവതരിപ്പിച്ചത്. അതറിഞ്ഞ് 1000 തവണ കൊക്കോ അവളുടെ കണ്ണിൽ നിന്നും കവിളിലൂടെ വരച്ചിരുന്നു. കൊക്കോയെ സ്നേഹിച്ച പലരും പിന്നീട് അവളെ കാണാനായി വന്നത് ഒരു പൂച്ചക്കുട്ടിയുമായിരുന്നു. അവളുടെ ചുറ്റും പിന്നീട് ഒരുപാട് പൂച്ചക്കുട്ടികൾ നിറഞ്ഞു. 2015 കൊക്കോ നമ്മളോട് സംസാരിച്ചിരുന്നു, ഈ ലോകത്തോട് സംസാരിച്ചിരുന്നു. coco.org എന്ന ഗൊറില്ല ഫൗണ്ടേഷനും NOE എന്ന ഫ്രഞ്ച് ചാരിറ്റി കോൺസർവേഷനും കൂടി ചേർന്ന് ക്ലൈമാറ്റിക് ചേഞ്ചിനെ കുറിച്ച് കൊക്കോയുടെ ചിന്തകൾ അന്വേഷിച്ചിരുന്നു. അതിന് മറുപടിയായി കൊക്കോ ചില വാക്കുകളാണ് പറഞ്ഞത്. I am gorilla, I am flower, animal, I am nature. Man Coco love, earth Coco love, but man stupid. Time hurry, fix earth, help earth. ആ ചോദ്യത്തിന് ഒരുപാട് സമയമെടുത്താണ് അവൾ മറുപടി പറഞ്ഞത്. ചിലപ്പോൾ അർത്ഥമറിയാതെ ഏതൊക്കെയോ വാക്കുകൾ പറഞ്ഞതാകാം. പക്ഷേ അവൾ പറഞ്ഞ വാക്കുകളുടെ അർത്ഥം കൂട്ടി വായിച്ചാൽ നമുക്കും ലഭിക്കും ഒരർത്ഥം. ഒരുപക്ഷെ ബോധമുള്ള മനുഷ്യന് പറയാൻ സാധിക്കാത്ത ഒരർത്ഥം. മനുഷ്യനെ സംബന്ധിച്ച് ഒരു ചെറിയ കാൽവെപ്പായിരിക്കാം കൊക്കോ നടത്തിയത്. എന്നാൽ ഒരു ഗൊറില്ലയെ സംബന്ധിച്ച് പറഞ്ഞറിയിക്കാനാവാത്ത അത്രയും വലിയൊരു കാൽവെപ്പാണ് അവൾ നടത്തിയത്. 2018 46-ാമത്തെ വയസ്സിൽ അവൾ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. പോകും മുമ്പ് താൻ മനസ്സിലാക്കിയ ഭാഷയിൽ മനുഷ്യന് ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കാത്ത ചിലത് പറഞ്ഞു ചേർത്താണ് അവൾ ഈ ലോകത്തു നിന്ന് യാത്രയാണ്.